വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നോമ്പിൻ്റെ 6ാം ദിവസം. ഈ നോമ്പ് കാല ചിന്തയിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6, 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധാരശിലയായ കർത്തൃപ്രാർത്ഥന ഈശോ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്നൊരു ഭാഗമാണിത്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥന എന്നത് കേവലം ആളുകളെ കാണിക്കാനുള്ളൊരു പ്രകടനമല്ല, നേരെ മറിച്ച് പിതാവായ ദൈവവുമായുള്ള നമ്മുടെ ഹൃദയബന്ധമാണ്. അടച്ചിട്ട ഒരു മുറിയിൽ രഹസ്യമായി കാണുന്ന പിതാവിനോട് സംസാരിക്കാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു വലിയ ക്രമമുണ്ട്. ആ ക്രമം മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പ്രാവശ്യവും സ്വർഗ്ഗസ്ഥനായ പിതാവെ ചൊല്ലാൻ വേണ്ടി. ഏറ്റവും ആദ്യം ദൈവത്തിൻ്റെ മഹത്വവും പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ ആണ് സമർപ്പിക്കേണ്ടത്. ഏറ്റവും ആദ്യത്തേത് ദൈവത്തിൻ്റെ നാമം പൂജിതമാകണമെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം വഴി ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് വേണം ധ്യാനിക്കാൻ. രണ്ടാമത്തേത് ദൈവരാജ്യം വരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹവും നീതിയും സമാധാനവും നിറഞ്ഞ ആ രാജ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആദ്യം സ്ഥാപിക്കപ്പെടണം, പിന്നീട് ഈ ലോകം മുഴുവനിലും. മൂന്നാമത്തേത് ദൈവേഷ്ടം നിറവേറണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമ്മളിൽ തന്നെ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഇനിയാണ് കേട്ടോ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ടത്. അനുദിന ഭക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കേവലം അപ്പത്തിനു വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണ ആശ്രയത്വത്തെയാണ് കാണിക്കുന്നത്. നാളെയെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്നത്തെ കരുണയ്ക്കായി നന്ദി പറയുന്ന ഒരു മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രയാസകരമായത്, ക്ഷമയുടെ മനോഭാവം. ഈ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയില്ലാത്ത പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടില്ലെന്ന് ഈശോ കർശനമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ അത് വെറുമൊരു ശീലമാണോ അതോ ആഴമായ ബോധ്യമാണോ? എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ ഈ നോമ്പുകാലത്ത് എനിക്ക് സാധിക്കുമോ?